സ്ത്രീകൾക്ക് സേഫ്റ്റി ഇല്ലാത്തൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു പണ്ടൊക്കെ. ഇപ്പൊ അങ്ങനെ തന്നെയാ. അത് പണ്ടൊക്കെ ബുണ്ടൊക്കെ അല്ലേ, ഇപ്പോഴും അങ്ങനെയാ. സേഫ്റ്റി കുറവാ. ആക്ച്വലി അതിന്റെ കാര്യവും നമ്മുടെ ലേഡീസ് കയ്യിൽ തന്നെയുണ്ട്. സി ഫിലിമിൽ ഞങ്ങൾ ചെയ്യുന്നത് ഇത്ര വരയ്ക്കും ഓപ്പണ്. ഇപ്പോൾ ഞാൻ ഇത്ര വരയ്ക്കും ഓപ്പൺ ചെയ്തിട്ട് ഇത് യൂട്യൂബ് ചാനലല്ലേ, ഇതിൽ നിങ്ങൾ യു കാൺട്ട് സെൻസർ ഇല്ല. ഞാൻ എങ്കിലെങ്കിലും ഡ്രസ് ചെയ്ത് ഇരുന്നോളാം. ഓക്കെ, ആൻഡ് നിങ്ങൾക്ക് തന്നെ TRP കൂടും ഞാൻ ഇவ்வளோ ലോ ഡ്രസ് ചെയ്തിട്ട് ഇരുന്നാൽ. പക്ഷെ നമുക്കറിയാമല്ലോ നമുക്ക് എവിടെ എങ്ങനെ ഡ്രസ് ചെയ്യണം. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഡ്രസ്സിങ് സെൻസ് വേണം. എല്ലാവരും ഇത്ര ഷോർട്ട്സ്, മൈക്രോ മിനീസ് ഇവിടെ മാത്രമല്ല, ഈവൻ ഇൻ ഫോറിൻ കൺട്രീസ് ദിസ് ഇസ് എ പ്രോബ്ലം. എന്തിനാ മൈക്രോ മിനീസ്? വേർ ആർ യു ഗോയിങ്? ഇവിടെ ലിക്കർ ഇസ് ദ പ്രോബ്ലം. ലിക്കർ ആൻഡ് ഇപ്പോൾ ഡ്രഗ്സ് കൂടുതലായി. സോ അവർക്ക് അറിയില്ല അവരെന്താ ചെയ്യുന്നത് ഈ ആൺകൾ. ആൻഡ് ഈക്വലി ഗേൾസ് ആർ ഓൾസോ ഡൂയിങ് ഇറ്റ്. ഐ നോ. ഇപ്പോൾ ഇതിന് എനിക്ക് പ്രശ്നം വന്നാലും ഐ ക്യാൻ ആക്ച്വലി ഷോ യു എവിടെ എവിടെ ഏതാ പ്രോബ്ലംസ് ഉണ്ടെന്ന്. സോ ഈ കലാചാരമേ it's getting worse. So first thing is you get dressed properly. You അത് എന്താണെന്ന് അറിയില്ല. ഇപ്പോൾ എനിക്ക് നിന്നെ കണ്ട എൻ്റെ അന്യൻ എന്ന് പറയും, ഒരു ബ്രദർ. ഇവര് they don't hello bro, yes buddy, hi മച്ചി, എന്താ ഒരു ബ്രോ ബ്രദർ എന്ന് പറഞ്ഞാൽ അപ്പവും കൂടെ ഒരു ആണ് മനസ്സ് കണ്ണ് വേറെ മാതിരി தான். அது அப்படி പറയலாம்ல. இவங்க யாருமே ப்ரோ படி. ഇത് സേഫ്റ്റിന്ന് പറഞ്ഞാൽ ഇത് അവരവർ ലേഡീസ് ഗേൾസ് തന്നെ അവരുടെ സേഫ്റ്റിയെ നോക്കിക്കൊള്ളണം. നമ്മുടെ ശരീരം ഇപ്പോൾ ഞാനിത് സംസാരിച്ചാൽ ഉങ്ക കമൻസിൽ വരും, ഇവരെന്തിനാ നമ്മുടെ ശരീരത്തെ കുറിച്ച് ഇവർ സംസാരിക്കുന്നു. ഹലോ, ഞാൻ വളരെ സേഫ്. എനിക്ക് 40 above ആയി. ആൻഡ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് വേണ്ടി. സോ നമ്മുടെ കീപ് യുവർ ബോഡി, ഡോണ്ട് ഷോ യുവർ ബോഡി മച്ച്, ഡോണ്ട് എക്സ്പോസ് യുവർ ബോഡി, സോ ദാറ്റ് ഐ തിങ്ക് യു വിൽ ബി സേഫ് ഇനഫ്. ചിലപ്പോൾ ഇതിന് നേരെ കമന്റ് വരും, നിങ്ങൾ ഇതുപോലെ സിനിമകൾ ചെയ്തിട്ടില്ലേ? അതല്ല ഇപ്പൊ ഞാൻ ഫസ്റ്റ് പറഞ്ഞത്. ഫസ്റ്റ് കമന്റ്സിൽ ഇങ്ങനെ വരും, ഇവരെന്താ ശരീരത്തെ കുറിച്ച് പറയാന്. ഐ ഡോണ്ട് കെയർ, ദാറ്റ് വാസ് മൈ വർക്ക്. ഞാൻ എൻ്റെ വർക്ക് ചെയ്തു. ഇപ്പോൾ ഓഫീസിലേക്ക് പോകണമെങ്കിൽ ക്ലിവേജ് കാട്ടിയിട്ട് ഒരു മൈക്രോ മിനി സ്കേർട്ട് പോട്ടിട്ട് ഞാൻ അങ്ങനെ ഒന്നും പോയില്ലല്ലോ ഓഫീസിൽ. സോ ഐ ഡോണ്ട് വാണ്ട് യു ടു ഡു ഇറ്റ് ഫോർ യുവർ സേഫ്റ്റി. അതുപോലെ മാഡത്തിന് ഒരു അനുഭവം ഉണ്ടായിരുന്നു കോഴിക്കോട് ഒരു മോളില് ഇനോഗ്രേഷൻ അല്ല, ഒരു ഫിലിം ലോഞ്ച് അവിടുന്ന് ഒരു ഇൻസൾട്ടിങ് ഫീൽ ഉണ്ടായിരുന്നു. അതെന്താണ് മാഡം സംഭവം? അത് അറിയില്ല. അത് അവര് എല്ലാം ഓക്കെ ചെയ്തിട്ടാ ഉമർ ലുലു എന്നെ വിളിച്ചത്. എല്ലാം ഓക്കെ ചെയ്തു. പിന്നെ ഡേറ്റ് മാത്രം 1 day മുമ്പേ പറഞ്ഞു. ഞാൻ റെഡിയായി, ഞാൻ പോയി, എല്ലാം ഓക്കെ. പക്ഷേ ലാസ്റ്റ് മൂമെന്റിൽ അവരെന്തോ പറഞ്ഞു ബാരിഗാർഡ് ഇടണം, അതിൽ 4 lakhs ആവും, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞതാ എനിക്ക് ഉമർ ലുലു പറഞ്ഞു. അപ്പം എനിക്ക് മനസ്സിലായി ഓക്കെ അവർക്ക് ഞാൻ വരുന്നത് ഇഷ്ടമില്ല. പക്ഷേ അവരുടെ റീസൺ കറക്റ്റാ. അവർ പറഞ്ഞത് ഓൾറെഡി 2 ആർട്ടിസ്റ്റ് വന്ന് ഇത്ര പ്രശ്നമായി ലാസ്റ്റ് വീക്ക്, അപ്പോൾ ഇവരുടെ കൊണ്ടുവന്നാൽ ഇന്നും കൂടുതൽ റഷ് ആവുമെന്ന്. അത് ഞാൻ ഇൻസൾട്ടായിട്ട് നോക്കിയില്ല, കാരണം എനിക്ക് അത് കുറേ ഞാൻ നോക്കിയിട്ടുണ്ട് അങ്ങനെ ഇൻസൾട്ട്സ്. അപ്പോൾ അത് എനിക്ക് സംഭവം അത്രയേ ഉള്ളൂ. അങ്ങനെയും അതുകൊണ്ട് അവർ അങ്ങനെ പറഞ്ഞു. അത് എനിക്ക് സത്യം പറഞ്ഞാലേ എനിക്ക് ഇപ്പോഴും അത് ഒരു റീസൺ ആയിട്ട് എനിക്ക് പെടുന്നില്ല. അതുപോലെ ഒരു അനുഭവം മാഡത്തിന് മോഹൻലാലിനോട് അഭിനയിച്ചപ്പോ ഒരു ജഗതി 10 രൂപ ഫോട്ടോ എടുക്കാൻ പറ്റും. ആ പടത്തിൽ ഇതുപോലെ നല്ല ക്രൗഡ് ഉണ്ടായിരുന്നു. എനിക്ക് കുറെ പേടിയായി, കാരണം എല്ലാ ലാലേട്ടയുടെ ഫാൻസ് ഉണ്ടായിരിക്കുമല്ലേ. അപ്പോൾ അവർ ലാലേട്ട എൻ്റെ അടുത്ത് പറയണം, ഞാൻ എൻ്റെ കിന്നാരത്തുമ്പി കണ്ടിട്ടുണ്ട് മാഡം, അതാണ് ഡയലോഗ്. സാർ വേണ്ട സാർ, നോ സാർ വേണ്ട സാർ എന്ന്. ഇല്ല സാർ, ഐ ലൈക്ക് ദ മൂവി എന്ന്. ഓക്കെ സാർ എന്ന് പറഞ്ഞ് സീന് ആ ഡയലോഗ് പറഞ്ഞു. പിന്നെ എനിക്ക് പോകുമ്പോൾ എന്നെ വളരെ ഡിസ്റ്റർബ് ചെയ്തത് അവരൊക്കെ, ക്രൗഡൊക്കെ വന്നു.
പിന്നെ ലാലേട്ട ഒരു മൈക്കിൽ പറഞ്ഞതേ ഉള്ളൂ, എല്ലാം സെപ്പറേറ്റ് ആയി. അപ്പം ഞാൻ കാറിലേറി പോയതാ. സോ ഹീസ് ഓൾവേസ് എ ജെന്റിൽമാൻ. ഐ ലവ് ലാലേട്ട. ഇപ്പം സെക്സി റോളുകളാണ് മാഡം ചെയ്തിട്ടില്ല, അതുപോലെ നല്ല റോളുകൾ ചെയ്യാൻ അപ്പം എനിക്ക് തോന്നുന്നു മലയാളത്തിലല്ലാതെ കന്നഡ തമിഴിലൊക്കെ ചെയ്തിട്ടുണ്ട്, തെലുഗിലും ചെയ്തിട്ടുണ്ട്. മലയാളത്തിൽ നല്ലൊരു റോള് കിട്ടിയ, അപ്പോൾ എനിക്കിങ്ങനെ റോള് കിട്ടിയ ഇന്നയാളെ കൂടെ അഭിനയിക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടാവും, അങ്ങനെ വല്ല ആഗ്രഹം ഉണ്ട്? തീർച്ചയായിട്ടും. അതെ ഞാൻ പറഞ്ഞത്, മനോരമ ആച്ചി എന്ന് വെച്ചാൽ വെർസറ്റൈൽ, എന്ത് പറയണ, ഓൾ ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് ചെയ്യുന്നവരാ. സോ എനിക്ക് അങ്ങനെ ചെയ്യണം ആഗ്രഹമുണ്ട്. ആരും വിളിക്കുന്നില്ല, വിളിച്ചിട്ടില്ല. പക്ഷെ ഈ സീരിയൽ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി കോൾ വരും. ഇൻഷാ അല്ലാഹ്. കിന്നാരത്തുമ്പിന്റെ ലൊക്കേഷൻ എക്സ്പീരിയൻസ്? ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ പൊന്മുടിയിലുണ്ടായിരുന്നു. ഫുൾ ബ്യൂട്ടിഫുൾ പ്ലേസ്. ഏറ്റവും വാട്ട് ടു സേ, സ്വിറ്റ്സർലാൻഡ് ഇൻ കേരള. ഇറ്റ്സ് സച്ച് എ ബ്യൂട്ടിഫുൾ പ്ലേസ്. ആൻഡ് വി വർക്ക് ഫോർ ഓൺലി 4 hours, കാരണം മിസ്റ്റ് വരും. സോ നമുക്ക് അവിടെ വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. എത്ര ദിവസം ഷൂട്ട് ഉണ്ടായിരുന്നു പൊന്മുടിയിൽ? അത് 5 days പറഞ്ഞ് കൂട്ടിക്കൊണ്ട് പോയതാ. പക്ഷെ 21 days ഉണ്ടായിരുന്നു. ഇത് 4 hours മിസ്റ്റ്, അങ്ങനെ വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. മാഡം ഇങ്ങനെയുള്ള മൂവികൾ ചെയ്തുകൊണ്ട് എന്തെങ്കിലും മനസ്സിന് ഒരു റിഗ്രഷൻ എന്താണ്? കുറ്റബോധമേ ഇല്ല. അഭിനയം നല്ലത്. യെസ്, ഇറ്റ് ഈസ് ആക്ടിങ്. ഇതേമാതിരി ക്യാമറമാൻസ് ഉണ്ട്, ലൈറ്റ് മാൻ ഉണ്ട്, ഡയറക്ടർ ഉണ്ട്, ഒരു കോ ആർട്ടിസ്റ്റ് ഉണ്ട്, എൻ മേക്കപ്പ് മാൻ അടുത്ത് തന്നെ നിൽക്കും. പിന്നെ എന്തിനാ കുറ്റബോധം? ഇറ്റ് ഈസ് ജസ്റ്റ് സിംപ്ലി ആക്ടിങ്. അതുപോലെ ഇപ്പം സർട്ടിഫിക്കറ്റ് കിട്ടിയ മൂവികൾ മാഡം അഭിനയിക്കുവാണെങ്കിൽ ചില മാഡത്തിനെ പഴയ രീതിയിൽ ഇപ്പൊ കുറച്ചുകൂടെ ആൾക്കാർ സ്വീകരിച്ചാണ് എന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, എനിക്ക് വേണ്ട, മതിയായി. ഇല്ല അങ്ങനത്തെ ഫിലിംസ് വേണ്ട. ഇപ്പൊ കിട്ടിയാലേ വേണ്ട, യു കിട്ടിയാൽ പോലും വേണ്ട, യു മാത്രം ഉണ്ടാ മതി. എന്തിനെന്ന് വെച്ചാ ഇപ്പോ എനിക്ക് ആ ഏജ് ഇല്ല. ഐ ക്രോസ് ദാറ്റ് ഏജ്. ഐ എം ഫസ്റ്റ് ഓഫ് ഓൾ, അപ്പോൾ ഞാൻ ചെയ്തത് എൻ്റെ ഫാമിലിക്ക് വേണ്ടിയാ. ഇപ്പൊ ഇതേ വീട്ടിൽ ഞാൻ ഒറ്റയ്ക്കുണ്ട്, യാരും ഇല്ല ഫാമിലിന്. ഇപ്പൊ ഞാൻ യാർക്ക് വേണ്ടി അങ്ങനെ പോയി അത്രയൊക്കെ കാണിച്ച് അഭിനയിച്ച് സമ്പാദിക്കണം? ആൻഡ് വി ഗ്രോ വിത്ത് യുവർ ഏജ്. എനിക്ക് ഇപ്പോൾ ഒരു ഫസ്റ്റ് ഓഫ് ഓൾ ഐ ഷുഡ് റെസ്പെക്ട് മൈ സെൽഫ്. ഇപ്പൊ എനിക്ക് ആ റെസ്പെക്ട് വന്നിട്ടുണ്ട്. അത് നിങ്ങൾ എനിക്ക് റെസ്പെക്ട് பண்ணணும். ഞാൻ ആരുടെയും റെസ്പെക്ട് ചോദിച്ചില്ല. ഞാൻ എന്നെ റെസ്പെക്ട് ചെയ്യണം. ഞാനിപ്പോൾ എന്തു ചെയ്യുന്ന, ഓക്കെ, ഞാൻ ഇത്ര സമ്പാദിക്കും, ഇത്ര ട്രാൻസ്ജെൻഡർക്ക് കൊടുക്കണം, ഇത്ര ഇതൊക്കെ കൊടുക്കണം, അവർക്ക് ഇതെല്ലാം കൊടുക്കണം. സോ ഇങ്ങനെ ഞാനിപ്പോൾ, സോ അതിനു വേണ്ടി ഇപ്പോൾ എനിക്ക് അങ്ങനെ ഫിലിംസ് കിട്ടിയാലും എനിക്ക് വേണ്ട. ഇപ്പൊ എന്നെ ഓൾമോസ്റ്റ് മലയാളികളും ഓൾ ഓവർ ദ വേൾഡ് എന്നെ അറിയാം. മാഡം പൊളിറ്റിക്സിൽ കുറച്ച് ഉണ്ടായിരുന്നല്ലോ? കുറച്ച് മാത്രം ഉണ്ടായിരുന്നു. ഹ്യൂമൻ റൈറ്റ് വിങ്സിൽ ജനറൽ സെക്രട്ടറി ഓഫ് തമിഴ്നാടു കോൺഗ്രസ്. സോ അത് എനിക്കൊരു എപ്പോഴും നോട്ട് ഫോർ വിമൻ, ഈവൻ ഫോർ മെൻ, അവർക്ക് എന്തെങ്കിലും പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു കാർഡ് ഉണ്ടായ ഐ വിൽ ബി ഏബിൾ ടു സ്പീക്ക്. ഇപ്പൊ അല്ലെങ്കിൽ എന്നെ പറയും, നിങ്ങൾ ആർട്ടിസ്റ്റ് അല്ലേ, നിങ്ങളുടെ ജോലി നോക്കി പോകുമെന്ന് പറയും. അപ്പൊ ഇപ്പോൾ ഞാൻ ഹലോ, ഐ എം ഇൻ ഹ്യൂമൻ റൈറ്റ്സ്, ഐ ക്യാൻ ആസ്ക് വൈ യു ആർ ഇറിറ്റേറ്റിംഗ് ദിസ് പേഴ്സൺ. സോ അതിനു വേണ്ടി ഐ എം ദെയർ ആൻഡ് ഐ എം ഡൂയിങ് എ ലിറ്റിൽ ബിറ്റ് ഓഫ് വർക്ക്. സ്റ്റിൽ അതിലുണ്ട്. അതുപോലെ മാഡം ഒത്തിരി കുട്ടികൾ മാഡത്തിനുണ്ട്, കുറെ അമ്മ വിളിക്കാൻ കുറെ ആൾക്കാർ. അപ്പൊ അത് ബാംഗ്ലൂർ ഇടയ്ക്ക് മാഡം വരാറുണ്ടൊക്കെ ഞാൻ അറിഞ്ഞായിരുന്നു. അവിടെയുണ്ട്. അപ്പൊ അവര് ട്രാൻസ്ജെൻഡേഴ്സ്, അപ്പൊ അവരെ കുറിച്ച് പറയാം. ഇവിടെ ആരെങ്കിലും ഉണ്ടോ മാഡത്തിന്റെ കൂടെ? ആരെങ്കിലും ഉണ്ട്? ഉണ്ട്, എല്ലാവരും വരും ഇപ്പോ. ഓക്കെ. അപ്പൊ അതുപോലെ ദിയാസന ലാസ്റ്റ് ഇന്റർവ്യൂലേ കണ്ടത്, അവരൊക്കെ വന്ന് കാണും, ഇടയ്ക്ക് വന്ന്. ദിയാസന, യെസ്, ഷീ ഈസ് ഓൾസോ മൈ ഡോട്ടർ. ലിമീഷ അവിടെ ഉണ്ട്, നമ്മുടെ യൂട്യൂബർ, ചിന്ന ഷക്കീലാണ്. അവർ എവിടെ കണ്ടാലും ഒരു കുട്ട നോക്കിയാ പോയി കുളിക്കും. ഞാൻ ഷക്കീല മമ്മി മാറി താനേ, തൃശ്ശൂരുള്ള. അതെ, അവള്. പിന്നെ അവിടെയും കുറെ കുട്ടികൾ. അതെന്താണെന്നറിയില്ല, ഇവർ തമ്മിൽ എനിക്കൊരു ബന്ധം ഉണ്ടായി ഇപ്പോൾ 25 years മുമ്പ്. ആൻഡ് എൻ്റെ ഒപ്പം തന്നെ തങ്കം എന്നൊരു കുട്ടി ഉണ്ടായിരുന്നു. നമ്മുടെ ഫ്ലവേഴ്സ് ചാനലിലൊക്കെ അവനെ കാണിച്ചതാണ്. അർച്ചന, ശില്പ, സാഷ, മില, എത്രയോ കുട്ടികളുണ്ട്. ഇത് എനിക്ക് ഫസ്റ്റ് ഒരു
ഒരു ഇൻക്വിസിറ്റീവ് ഉണ്ടായിരുന്നു. ഇത് എങ്ങനെ ഇവർക്ക് എങ്ങനെ ഉണ്ടായിരിക്കും, അതൊക്കെ ഒരു ഒരു ക്യൂരിയോസിറ്റി. അതിനുശേഷം അവരെ കുറിച്ച് ഓരോരുത്തരെ കുറിച്ച് അറിഞ്ഞപ്പോൾ എനിക്ക് പാവം തോന്നി. ഓക്കെ, ഗോഡ് ഹാസ് ഗിവൻ മീ വൺ ജെൻഡർ. ഓക്കെ, അപ്പോൾ എനിക്കത് വേദന തോന്നി. അപ്പോൾ മുതൽ എനിക്ക് അവരെ പിടിച്ചു. ആൻഡ് ദെൻ അവരെന്നെ അവർ 14-15 ഇയേഴ്സിൽ വീട്ടിൽ വെളിയേറിയവരാ. അപ്പോൾ അവർക്ക് അമ്മ അച്ഛ அந்த പാസവും ഇല്ലാതെ പോയി. അതുകൊണ്ട് അവരെന്നെ അമ്മാനെ വിളിക്കുമ്പോൾ അവർക്കൊരു ഹാപ്പിനെസ് കിട്ടുന്നുണ്ട്. അതിനു വേണ്ടി ഞാൻ ഓക്കെ കോൾ മീ അമ്മാന്ന്. അപ്പോൾ ഇപ്പോൾ അമ്മ എന്ന് പറഞ്ഞാൽ വെറുതെ വിളിയിലല്ലല്ലോ, നമുക്ക് ഒരു അമ്മ തായായിട്ട് എന്ത് ചെയ്യണം, അതൊക്കെ ഞാൻ ചെയ്യും. സോ മൈ ചിൽഡ്രൻ ദേക്കം അവരിഷ്ടം തന്നെയാണ്. അവരിഷ്ടം അവർ ഭക്ഷണം ഉണ്ടാക്കും, കുറച്ച് ഡാൻസ് കളിക്കും, അതും ഇതും. ഞങ്ങളൊക്കെ എല്ലാം പുറത്ത് പോകും. എല്ലാം എടുത്ത് ചില പേര് അത് കൂടെ ചോദിച്ചിട്ടുണ്ട്, വൈ വിത്ത് ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റീന്ന്, വൈ നോട്ട് വിത്ത് ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി, ടെൽ മീ വൺ റീസൺ വൈ നോട്ട്. ഞാൻ എവിടെ ട്രിപ്പ് പോയാലും പിന്നെ എവിടെ മോളിൽ പോയാലും എല്ലാവരും കയറി അവിടെ ഡാൻസ് ഗെയിംസ് ഞങ്ങൾ ഫണ്ണാ. അതുപോലെ അമ്മയല്ലാതെ ഒരു മമ്മിയും കൂടെ ഉണ്ടല്ലോ. അതെ, അവർ എന്നെ ഒരു കൃപ അമ്മ എന്ന് വെച്ച് അവർ എന്നെ നോക്കി. ഇപ്പോൾ എനിക്ക് അമ്മ എന്ന് വെച്ചാൽ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിൽ ഒരു അമ്മ ഉണ്ട്. അവർ തന്നെ ഇപ്പോൾ എനിക്ക് എന്ത് പറ്റിപ്പോയാലും അവർ തന്നെ എന്നെ നോക്കും. സോ ആൻഡ് വെരി വെൽ, കുറേ കെയർ എടുക്കും. എവിടെ എല്ലാം ഞാൻ പറയണം, എവിടെ പോയിട്ടുണ്ട്, ഇത് അപ്ഡേറ്റ്സ് എല്ലാം പറഞ്ഞിട്ട് ദിവസം വിളിക്കും, ദിവസം വീഡിയോ കോളിൽ. അങ്ങനെ വുമൻസിന് അത്രയും വലിയ പ്രാധാന്യം എവിടെയും കിട്ടുന്നില്ല എന്നൊരു അഭിപ്രായം ഇപ്പോഴും പറയുന്നുണ്ട്. അതിനെ കുറിച്ച് മാഡത്തിന്റെ അഭിപ്രായം? എല്ലായിടത്തും പൈലറ്റ്സ് ഉണ്ട്, എല്ലാവരും ഉണ്ട്, ലോയേഴ്സ് ഉണ്ട്, ഡോക്ടേഴ്സ് ഉണ്ട്, എല്ലാം ഉണ്ട്. ആൻഡ് ഇപ്പോഴത്തെ ലേഡീസ് എനിക്ക് ഈക്വാലിറ്റി കൊടുന്ന് ചോദിക്കുന്ന ആളില്ല. അവർ പിടിക്കൊണ്ട് എടുത്തു പോവും. ആൻഡ് പക്ഷേ ഇവിടെ അല്ല, റൂറൽ ഏരിയാസിൽ ഇന്നും ഉണ്ട്. അത് എല്ലാവർക്കും നമുക്ക് എല്ലാം ചെയ്യാൻ പറ്റില്ല. ഫസ്റ്റ് എഡ്യൂക്കേഷൻ ഇസ് ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ പെൺകുട്ടികളെ പഠിപ്പിച്ചാൽ ദെൻ യു വിൽ നോ അവരെ വാട്ട് ഹെർ അച്ചീവ്മെൻറ്റ് വിൽ ബി. അത് നിങ്ങൾ ഈ റൂറൽ ഏരിയാസ് പഠിപ്പിക്കില്ല. സോ ഇതുകൊണ്ട് അറിയില്ല, യു കാൺ ചേഞ്ച് ഇറ്റ്. ബട്ട് അതർവൈസ് ഡോണ്ട് ടെൽ മീ everybody are happy, women are rocking, because we are the only people, women are the only people who can give birth. There are 54 bones ഒരേ വാറ്റി മുറിച്ച എത്ര പെയിൻ ഉണ്ടാവോ അത്ര പെയിനാണ് ഒരു പ്രസവത്തിന് ഒരു ലേഡി അനുഭവിക്കുന്നത്. അത് ഗോഡ് ഞങ്ങൾക്ക് കൊടുത്തത് എന്തിനെന്ന് വെച്ചാൽ വി കൻ ടോളറേറ്റ് ഇറ്റ്, യു കൻ നോട്ട്. അതുകൊണ്ടല്ലേ ഭൂമി മാതാ എന്നൊരു ഭൂമി പിതാൻ എന്തെന്ന് പറഞ്ഞില്ല. സോ വി കൻ ടേക്ക് പെയിൻ മോർ. ഇത് ആണ് കുക്ക് വിത്ത് കോമാളി. ഇതിലാണ് ഞാൻ സെക്കൻഡ് പ്രൈസ് വിൻ ചെയ്തത് വിജയ് TV-യിൽ. ഈ ഷോ ആണ് എന്നെ എല്ലാവർക്കും ഒരു അമ്മാവായിട്ട് കാണിച്ചു കൊടുത്തത്.